അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് മസാലയുടെ റെസിപ്പി കണ്ടാലോ. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്നതിലും ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫിഷ് മസാലയ്ക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആഗോലി മീനാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഞാനിത് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. കുറച്ച് വലിയ മീനായിരുന്നുകൊണ്ട് ഒരു കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരെണ്ണമായിട്ട് തന്നെയാണ് കേട്ടോ മസാല ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മാരിനേഷൻ വേണം. അപ്പം നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ എടുത്ത് നമുക്ക് മീനിലൊന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ ഇത് ഞാനൊന്ന് മസാല തേച്ച് കൊടുത്തതിന് ശേഷം കുറേ നേരമൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുത്തു. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇനി മസാലയിലൊക്കെ കിടന്ന് വേകാനുള്ളതുകൊണ്ട് അധികം ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു സവാള, ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഞാൻ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ 2 വലിയ മീൻ ചെയ്യണമെങ്കിൽ 2 സവാളയാണ് ആവശ്യമുള്ളത് കേട്ടോ. എന്നിട്ട് ആ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ചേർക്കുന്നുണ്ട്, ഒരു 5-6 നട്ട്സ് ചേർക്കുന്നുണ്ട്, കുറച്ച് അതുപോലെ തന്നെ ഒരു 5-8 നിലക്കടല നമ്മുടെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നാൽ മതി. എന്നിട്ട് അത് ചൂട് പോയി കഴിയുമ്പം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ അരയ്ക്കുന്നത് കാണിക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി വേണം. അപ്പോൾ ആ 2 തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അതും അരച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പട്ടയും ഏലക്കയും ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊന്ന് പൊടിയായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് അതും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാളയും പച്ചമുളകും വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ഈ ടൈമിൽ ചേർക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പം ഞാനത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഒരു 1.5 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു കളറിനും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നല്ലപോലെ എണ്ണയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് കിട്ടുന്നതും. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 തക്കാളി നമ്മൾ പുഴുങ്ങുമൊന്നും വേണ്ട, വേവിക്കുകയൊന്നും വേണ്ട, വെറുതെ കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ച് ചേർത്താൽ മതി. ഇനി ഈ തക്കാളി ഒന്ന് ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ ഒരു സവാളയും നട്ട്സും പീനട്ടും എല്ലാം കൂടെ നമ്മൾ വഴറ്റി വെച്ചിരുന്നത് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുത്ത് കഴിയുമ്പം നല്ല തിക്കായിട്ടായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഒഴിക്കരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ, ഒരു 3-4 ടീസ്പൂൺ കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് വരെ നിങ്ങൾക്ക് വഴറ്റുന്ന സമയത്ത് നമ്മൾ ആ സവാളയൊക്കെ വഴറ്റിയില്ലേ, ആ സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിൻ്റെ കൂടെ ഞാനിപ്പം കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് നമ്മുടെ ഗ്രേവി ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വരുന്ന സമയത്താണ് മീനിട്ട് കൊടുക്കേണ്ടത്. ഇനി മീനിട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ വറ്റി വരുന്ന സമയത്ത് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് കാണാം. ആ ഒരു രീതിയിൽ വറ്റിച്ചെടുക്കണം. നമ്മൾ മസാലയൊക്കെ മീനിലേക്ക് ഇങ്ങനെ പിടിച്ച് കിട്ടണം.
ഇനി നമ്മുടെ ഈ മീനിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡിയായി കിട്ടും. അപ്പം നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ.